هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس എല്ലാ ദിശയിലും സുൽത്താനുൽ ഔലിയ എന്ന പേരുള്ളോവ സയ്യിദാവർത്തായും ബാവായും ആണോവ ബിൽ കുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ് ഇരുന്നായിരുപ്പിന്നെ ആകാശം കണ്ടോവ ഏറും മലക്കൂത്തിൽ രാജാടിയന്നോവ വലത്ത് ശരീഅത്ത് നും കടലുള്ളോവ ഇടത്തെ ഹഖീഖത്ത് നും കടലുള്ളോവ ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം അത്തിരെയുള്ളോവ ബിൽ കുതുബി റബ്ബാനി വൽ ഗൗസി സമദാനി നജ്ജിനാ മിൻ കുല്ലി ആഫാതി യാ അല്ലാഹ്. മഹാനായ ബറക്കത്ത് കൊണ്ട് നമ്മെ എല്ലാവരെയും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന മുഴുവൻ മുറാദുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും എല്ലാം അല്ലാഹു അവന്റെ അളവറ്റ അപാര കാരുണ്യം കൊണ്ട് സലാമത്തിലും സന്തോഷത്തിലും റാഹത്തിലുമാക്കി തരുമാറാവട്ടെ. അല്ലാഹുവിന്റെ അർശിന്റെ തണല് കിട്ടുന്ന 7 വിഭാഗത്തിൽ ഒരു വിഭാഗം അത് നമ്മൾ പറഞ്ഞത് റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദി, പള്ളി ഹൃദയവുമായി ബന്ധിപ്പിച്ച ഒരു വഖത്ത് നിസ്കാരം കഴിഞ്ഞു പോകുമ്പോൾ അവൻ നോക്കും അടുത്ത മഗ്രിബിന് വരുമ്പോൾ അവൻ നോക്കും ഇശാഇന്റെ സമയമാണ്. ഇശാ നിസ്കാരം കഴിഞ്ഞു പോകുമ്പോൾ അവൻ നോക്കും സുബഹിയുടെ സമയം എപ്പോഴാണ്. എല്ലാ വഖത്തിന്റെയും ബാങ്ക് വിളിക്കുന്നതും ഇഖാമത്ത് കൊടുക്കുന്നതുമായ സമയം അവന്റെ മനസ്സിൽ അവൻ ഇങ്ങനെ തിട്ടപ്പെടുത്തി അങ്ങനെ പോകും പള്ളിയുമായി ബന്ധിപ്പിച്ച. അതിൽ ആദ്യം തന്നെ പറയുന്നുണ്ട്, ഏറ്റവും ഒന്നാമത് ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി. രണ്ടാമത് പറയുന്നത് ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിനായി വളർന്ന യുവാവാണ്. നാളെ അല്ലാഹുവിന്റെ അർശിന്റെ തണല് കിട്ടുന്ന 7 വിഭാഗങ്ങളിൽ രണ്ടാമത്തേത് നബി മുഹമ്മദ് മുസ്തഫ. യുവാക്കൾ നമ്മൾ വിചാരിക്കുന്നുണ്ട് അല്ലാഹു തആല ഈ ഭൂമി തലകീഴായി മറിക്കാത്തത് പ്രായം ചെന്നവരും കുട്ടികളും ഈ ഭൂമിയിലുള്ളത് കൊണ്ടാണ്. അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങുമ്പോൾ, അല്ലാഹുവിന്റെ അദാബ് ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, നിരപരാധികളായ ആളുകളും ആ അല്ലാഹുവിന്റെ അദാബിൽ പെട്ടുപോകുമെന്ന്. ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി, ഇതൊരു വീടാണെന്ന് വിചാരിക്ക്. വെള്ളപ്പൊക്കം ഇങ്ങനെ മലവെള്ളപ്പാച്ചിൽ ഇങ്ങോട്ട് വരുമ്പോ ഈ വീട്ടിലുള്ള വളർത്തു മൃഗങ്ങൾ ചത്തുപോകുന്നു. ഇവിടെ വളർത്തുന്ന കോഴികൾ
അവർക്ക് രക്ഷപ്പെടാൻ പറ്റാതെ അവർ ആ കയത്തിൽ മുങ്ങിപ്പോകുന്നു. ആടുകളുണ്ടെങ്കിൽ അതും നശിച്ചു പോകുന്നു, പശുക്കളുണ്ടെങ്കിൽ അവയും നശിച്ചു പോകുന്നു. നിരപരാധികളായ ഒരു കുറ്റവും ചെയ്യാത്ത മിണ്ടാപ്രാണികളെ അല്ലാഹു തആല ധിക്കാരികളിലേക്കും അഹങ്കാരികളിലേക്കും അദാബിറക്കുമ്പോൾ ആ നിരപരാധികൾ നശിച്ചു പോകുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ജനതയ്ക്ക് മഴവില്ലാതെ 40 വർഷം മഴയില്ലാതിരുന്നു. ആ ജനങ്ങൾ നിസ്സാരമായ ജനങ്ങൾ മാത്രമേ ഇസ്ലാമിലേക്ക് വന്നുള്ളൂ. ലോകത്തെ ഏറ്റവും കൂടുതൽ വയസ്സ് വരെ ജീവിച്ച പ്രവാചകനാണ്. 1050 വയസ്സ് വരെ ജീവിച്ച പ്രവാചകനാണ് അദ്ദേഹം. പ്രബോധനം ചെയ്ത് വളരെ തുച്ഛമായ ആളുകൾ മാത്രമേ ഇസ്ലാമിലേക്ക് വന്നുള്ളൂ. അല്ലാഹുവിന്റെ അദാബ് നാട്ടിലേക്ക് ഇറങ്ങിയത് 40 വർഷം കൊടിയതായ ദാരിദ്ര്യമാണ്. 40 വർഷക്കാലം ഒരു രാജ്യത്തേക്കോ അല്ലെങ്കിൽ ഒരു നാട്ടിലേക്കോ ഒരു സമൂഹത്തിലേക്കോ മഴയില്ലാതിരുന്നാൽ ആ നാട്ടിലെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു നാട്ടിലേക്ക് മഴയില്ലാതിരുന്നാൽ അല്ലാഹു തആല ഈ ഭൂമിയുടെ ഒരു ഘടനയാണ്. ഈ ഭൂമിയുടെ ആകാശമുണ്ടെങ്കിൽ അതിന് ഭൂമിയുണ്ട്, രാത്രിയുണ്ടെങ്കിൽ അതിന് പകലുണ്ട്, സമുദ്രമുണ്ടെങ്കിൽ അതിന് കരയുണ്ട്, രാവുണ്ടെങ്കിൽ അതിന് ഇരുളുണ്ട്. ഏതൊരു വസ്തുവിനെയും അല്ലാഹു തആല ഇണകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? അത് നമ്മൾ ഇന്ന് പാരായണം ചെയ്ത സൂറത്ത് യാസീനിൽ പറയുന്നു. എന്താ പറയുന്നത്? സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുൻബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അല്ലാഹു തആല പറയുന്നു, സുബ്ഹാനല്ലദീ, ഒരു രക്ഷിതാവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഖലഖൽ അസ്വാജ കുല്ലഹാ, അല്ലാഹു തആല പടച്ച രക്ഷിതാവ് ഏതൊരു രക്ഷിതാവാണെന്നറിയുമോ? ഖലഖൽ അസ്വാജ കുല്ലഹാ, ഖലഖൽ അസ്വാജ, അവൻ ഇണകളെ സൃഷ്ടിച്ചു. എന്താണ്? മിമ്മാ തുൻബിതുൽ അർളു. ഖുർആനിൽ നമ്മൾ പാരായണം ചെയ്ത ഖുർആനാണ് പറയുന്നത്. ജീവിതത്തിൽ ഒരു ഹർഫ് പോലും കളവല്ലാത്ത, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു സമൂഹത്തിനൊന്നല്ല, ഒരു ധിക്കാരിക്കെന്നല്ല, ഈ ലോകത്തെ ഏറ്റവും തലതൊട്ടപ്പനായ ധിക്കാരികളെ പോലും മുട്ടുമടക്കിയ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുൻബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഭൂമി മുളപ്പിക്കുന്ന മുഴുവനും ഇണകളുണ്ട്. സമയം പറഞ്ഞോട്ടോ, 9 മണിയാകുമ്പോൾ പറഞ്ഞു. ഭൂമി മുളപ്പിക്കുന്ന, സുബ്ഹാനല്ലാഹ്, മിമ്മാ തുൻബിതുൽ അർളു, ഭൂമി മുളപ്പിക്കുന്ന മുഴുവത്തിലും അല്ലാഹു തആല ഇണകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. നിങ്ങളുടെ ശരീരത്തിലും നിന്നും അതുപോലെ വമിമ്മാ ലാ യഅലമൂൻ, നിങ്ങൾ അറിയാത്ത ഭാഗത്തുകൂടി ഇണകളെ ഞാൻ സൃഷ്ടിക്കുന്നുണ്ട്. പള്ളിയുടെ മുറ്റത്ത് നിൽക്കുന്ന തെങ്ങിൽ എങ്ങനെയാണ് ഒരു തെങ്ങൊറ്റയ്ക്കാണ് നിൽക്കുന്നത്? ആ തെങ്ങ് വേറൊരു തെങ്ങുമായി ഇണചേരുന്നില്ല. പിന്നെ എങ്ങനെയാണ് അതിനകത്ത് തേങ്ങ ഉണ്ടാകുന്നത്? എങ്ങനെയാണ്? പ്രത്യുൽപാദനം എന്നത് എന്താണ്? പരസ്പരം ഇണചേരുമ്പോൾ മാത്രമല്ല.
ആ തെങ്ങിന്റെ പൂക്കുലയിൽ വിരിയുന്ന ആ പൂക്കുലയിലെ എന്താണ് പൂവിന്റെ പരിമളമുണ്ടല്ലോ, ആ പരിമളം കേട്ടുകൊണ്ട് വരുന്ന വണ്ട്, ആ പൂവിന്റെ പരിമളം കേട്ടുകൊണ്ട് വരുന്ന ആ പൂവിനകത്തുള്ള മധു നുകരാനായി വരുന്ന വണ്ടും അതുപോലെ ചിത്രശലഭങ്ങളും അത് നുകരുമ്പോൾ അവകളുടെ കയ്യിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ പൊടിയുണ്ടല്ലോ, ആ പൊടി കൊണ്ട് അടുത്ത തെങ്ങിലേക്ക് പോകുമ്പോൾ ഈ പൂവെന്താണ് ഈ തെങ്ങിൽ നിന്നുള്ള അണ്ടങ്ങളെല്ലാം അടുത്ത തെങ്ങിലേക്ക് പോകുന്നു. അങ്ങനെയാണ് അല്ലാഹു തആല ഒരു പ്രത്യുൽപാദനം ഈ ഭൂമിയിൽ ഉണ്ടാക്കിയത്. മനുഷ്യനത് അറിയില്ല. ഖുർആൻ പറയുന്നു അവരറിയാത്ത നിലക്കും അല്ലാഹു തആല ഭൂമിയിൽ ഇണകളെ സജ്ജീകരിച്ചിട്ടുണ്ട്. രാവിന് പകലുണ്ട്, രാത്രിക്ക് എന്താണ് സൂര്യന് ചന്ദ്രനുണ്ട്, ആകാശത്തിന് ഭൂമിയുണ്ട്. ഈ ഭൂമിയിൽ എന്തെല്ലാം ഒരു പുരുഷനുണ്ടെങ്കിൽ അതിനൊരു പെണ്ണുണ്ട്. ഏതെല്ലാം ജീവജാലങ്ങളുണ്ടോ അവകൾക്കെല്ലാം അല്ലാഹു തആല ഇണകളെയും തുണകളെയും ഈ ഭൂമിയിൽ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല പറയുന്നു ഈ ജീവജാലങ്ങളും ഈ കാണുന്ന അണ്ടകടാഹങ്ങളും ഈ കാണുന്ന സമുദ്രങ്ങളും എല്ലാ വസ്തുക്കളും അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഇവകളെല്ലാം റബ്ബിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ മനുഷ്യൻ മാത്രം അല്ലാഹുവിനെ ഓർക്കുന്നില്ല. മനുഷ്യനും അല്ലാഹുവിലേക്ക് അടുക്കുന്നത് ദിക്ർ കൊണ്ടാണ്. ഞാൻ ഇവിടെ പാടിയ മുഅ്മിനീൻ മാല ആ മഹാനവറുകൾ അല്ലാഹുവിലേക്ക് അടുത്തത് ദിക്റുകൾ കൊണ്ടാണ്. ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കളും അല്ലാഹ് എന്നുള്ള ചിന്ത അവരുടെ ഹൃദയത്തിൽ വന്ന് അവരുടെ നാക്കിലും കൈകാലുകളിലും നടനത്തിലും ചലനത്തിലും ചലനങ്ങളിലും എല്ലാം അല്ലാഹ് എന്നുള്ള ചിന്തയാകുമ്പോൾ അല്ലാഹു തആല അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു. അവർ ഉദ്ദേശിക്കുന്നത് നടക്കുന്നു. വല്ലനീലത്തീനും എന്നെ വിളിച്ചോർക്ക് വായ്പോടാതൊത്തീനം ചെയ്യും ഞാനെന്നോവർ. ഏതെങ്കിലും ഒരു പ്രയാസപ്പെട്ട് ഏതെങ്കിലും ഒരു ദുരിതത്തിനായി കഷ്ടപ്പെട്ടുകൊണ്ട് യാ ശൈഖ് മുഹിയുദ്ദീൻ എന്ന മഹാനവറുകളെ വിഷമം തട്ടി വിളിക്കുന്ന ഉമ്മ, മഹാനവറുകളെ മനസ്സറിഞ്ഞ് വിളിക്കുന്ന ഉമ്മ, ആ നിമിഷമതാ വായു കൂടാതെ വല്ലനീലത്തീനോ എന്നെ വിളിപ്പോർക്ക് വായു കൂടാതുത്തീരം ചെയ്യും ഞാനെന്നോവർ. ഇന്ന് നമ്മിൽ നിന്നും അന്യം നിന്ന് പോകുന്നു. മൗലിദുകളില്ല, റാത്തീബുകളില്ല. പള്ളിയിൽ കഴിക്കുന്ന അത്താത്ത് റാത്തീബിനെ മുഖ്രിസ്താദ് 2-3 ആളുകളും മാത്രമേ ഉള്ളൂ. ഒരൊറ്റ മനുഷ്യരും അന്താദിനേക്കുള്ള അത് ഉസ്താദും ഉസ്താദൊക്കെ കൂടി കഴിച്ചോളൂ അല്ലേ? നിങ്ങളെ ഏൽപ്പിച്ചേക്കണെയാണ് ശമ്പളം തന്ന് ചോറും തന്ന് ചെലവ് തന്ന് നമ്മളെ ഏൽപ്പിച്ചേക്കണെയാണ്. സമീന വാർത്ത നിങ്ങൾ പറയുന്ന ചോറ് നിങ്ങൾ തന്ന ശമ്പളം. മൗലൂദ് റാത്തീബ് നമ്മുടെ ജീവിതത്തിൽ പണ്ട് കാലത്ത് വസൂരി വന്നപ്പോൾ മൗലിദുകൾ നമ്മുടെ വീടുകളിൽ സജീവമായിരുന്നു. ഹദ്ദാദുകൾ നമ്മുടെ വീട്ടിൽ സജീവമായിരുന്നു. 4444 സ്വലാത്തുകൾ നമ്മുടെ ഉമ്മമാര് ചൊല്ലിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നതെല്ലാം എവിടെ പോയി? മുഹയ്യിദ്ദീൻ മാല ചൊല്ലുന്ന വീടുകൾ റോട്ടിലൂടെ പോകുമ്പോൾ ഉമ്മമാരിരുന്ന് മുഹയ്യിദ്ദീൻ മാല പാടുന്നത് കേൾക്കാമായിരുന്നു. നമ്മുടെയൊക്കെ കൂട്ടിൽ നമ്മുടെയൊക്കെ കുടുംബത്തിലെ എല്ലാവരും ഭംഗിയിലാണ് അവർ പാടുന്നത്. മുഹയ്യിദ്ദീൻ മാല നെയ്യത്താക്കിയിട്ട് എന്റെ ഇന്ന മുറാദിന് വേണ്ടിയാണ് മുഹയ്യിദ്ദീൻ മാല ഞാൻ ചൊല്ലുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുന്ന മുസ്ലിമേ,
വായു കൂടാതെ നിനക്ക് ഉത്തരം തരുമെന്നാണ് ബഗ്ദാദിന്റെ നായകൻ മഹാനായ ഗൗസുൽ ആലം അവറുകൾ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ സലാത്ത് ഉണ്ടാവണം. അത്ഭുതങ്ങൾ സംഭവിച്ചത് മദീനയെ സ്നേഹിച്ചത് കൊണ്ടാണ്, നബി തങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ യാദർശികമായി വരുന്ന അത്ഭുതങ്ങളുണ്ട്, എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. പലരും പറയും, ഞാൻ പൈസ കെട്ടി വെച്ചിട്ടല്ല ഞാൻ വീട് പണിതത്. വീട് പണിയാൻ തുടങ്ങി, സമയമായപ്പോൾ അതിന്റെ പണി പൂർത്തിയായി. പലരും ചിന്തിക്കുന്നുണ്ടാവും, ഹജ്ജിന് പോയവരുണ്ട്, ഉംറയ്ക്ക് പോയവരുണ്ട്. നമ്മുടെ ഉംറ പോയത് ആദ്യം ഒറ്റയ്ക്ക് പോവാനാണ്. അത് ഒറ്റയ്ക്ക് പോവാൻ തീരുമാനിച്ചില്ല, തങ്ങളുടെ കൂടി തങ്ങൾ പറഞ്ഞു നമുക്കൊന്ന് പോവാന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ അല്ലാഹു തആല എത്തിച്ചു കൊടുക്കും. നമ്മുടെ ആഗ്രഹം നമ്മൾ പോലും അറിയാത്ത നമ്മുടെ ആഗ്രഹങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും നടക്കൂല എന്ന് വിചാരിച്ചിരിക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അല്ലാഹു തആല നടത്തി തരുന്നത് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ സ്വലാത്തുള്ളത് കൊണ്ടാണ്, നബിയോടൊരു സ്നേഹമുള്ളത് കൊണ്ടാണ്. നബിയോട് സ്നേഹമുള്ളവൻ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട്, ഏതെങ്കിലും ഒരു ചരിത്രം കേൾക്കുമ്പോഴോ, നബി തങ്ങളെ ഒരു പ്രയാസപ്പെടുന്ന വിഷമിക്കുന്ന അവസ്ഥയിൽ ഓർക്കുമ്പോഴോ, ഒരു തുള്ളി കണ്ണുനീര് നബി തങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പൊഴിച്ചിട്ടുള്ളവന്റെ മുറാദ് അല്ലാഹുവിന്റെ റസൂല് ജീവിതത്തിൽ അവന്റെ അത്ഭുതകരമായ നിലയിൽ നടത്തപ്പെടുന്നതാണ്. ഓപ്പറേഷൻ വേണം, ഇന്ന് തന്നെ നിങ്ങൾ സർജറി ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ആള് മരിച്ചു പോകുമെന്ന് പറഞ്ഞ പല അത്ഭുതങ്ങളും ഇവിടെ വരും. നമ്മുടെ ഇക്കരക്കുടിയിൽ നമ്മുടെ മജീദ് ഉസ്താദ് വടാട്ടുപാറ, അദ്ദേഹത്തിന്റെ കാലിന് ബുദ്ധിമുട്ട് വന്നപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവര് പറഞ്ഞു, ഷുഗർ കൂടിയിട്ടുണ്ട്, കാല് മുറിച്ച് കളയണം ഉസ്താദ്. എന്നോട് പറഞ്ഞതാണ്, ചിരിച്ചുകൊണ്ട് അവരോട് മറുപടി പറഞ്ഞു, എന്റെ കാല് മുറിക്കൂല. കഴിഞ്ഞ ദിവസം കൂടി അവര് നടന്നാണ് ഇവിടെ വന്നത്. അത്ഭുതമെന്നത് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ നബി തങ്ങളോടുള്ള സ്നേഹമുണ്ടോ? മൻ അഹബ്ബ സുന്നതി വഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഅി ഫിൽ ജന്ന ശഫീഉനാ റസൂലുള്ളാഹി. ഇന്നത്തെ യുവാക്കൾ എവിടെയാണ്? അവരുടെ ചിന്ത എന്താണ്? വളർന്നു വരുന്ന കുട്ടികളുടെ മനസ്സിലെന്താണ്? നമ്മൾ ചിന്തിക്കും പോലെയാണോ നമ്മുടെ മക്കൾ ചിന്തിക്കുന്നത്? ആൽഫാ ജനറേഷൻ അല്ലേ? മക്കളുടെ ചിന്താഗതികൾ പോകുന്നത് ദുനിയാവിന്റെ പുറകെയല്ലേ? ഞാനും നിങ്ങളും മോശമാണ്, എന്റെയും നിങ്ങളുടെയും ഹൃദയം മോശമാണ്. നമ്മളെന്താണ് ഇനി നന്നാവുക? സ്വലാത്ത് ചൊല്ലിക്കോ മുസ്ലിമേ, സ്വലാത്തിലൂടെ 40 അത്ഭുതങ്ങളാണ് നിന്നെ തേടിയെത്തുന്നത്. സ്വലാത്ത് ചൊല്ലുന്ന മുസ്ലിമേ, നിന്റെ ഏത് പ്രതിസന്ധിക്കും പ്രതികാരമായി പകരമായി ആ സ്വലാത്ത് നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് ചൊല്ലാത്ത, അല്ലാഹുവിനെ സ്വലാത്ത് റസൂലിനെ സ്വലാത്ത് ചൊല്ലാത്ത, അല്ലാഹുവിന്റെ റസൂലിനെ ദിക്ർ ചൊല്ലാത്ത ഒരൊറ്റ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ ദാകിരീൻ. എന്താണ് അതിന്റെ അർത്ഥം എന്നറിയുമോ? അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ ദാകിരീൻ. ലോകത്ത് ദിക്ർ ചൊല്ലുന്നവരുടെ നേതാവാണ് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ദിക്ർ ചൊല്ലുന്ന ആള്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ ദാകിരീൻ.
ദിക്ർ ചൊല്ലുന്നവരുടെ സയ്യിദേ അങ്ങേക്ക് സലാമും സലാത്തും ഉണ്ടാവട്ടെ. ഇതാണ് ഇവിടെ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂല് നബി തങ്ങളുടെ വരാൻ പോകുന്നതും കഴിഞ്ഞു പോയതുമായ മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുത്തതാണ്. എന്നിട്ടും നബികൾ പറയുന്നു, ഓരോ ദിവസവും ഞാൻ 70-ലധികം പ്രാവശ്യം 100 പ്രാവശ്യം എന്ന മറ്റൊരു ഹദീസിൽ ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവനാണ്. എന്റെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന 70-ലധികം പ്രാവശ്യം ഒരു ദിവസം പറയാതെ ലോകത്തിന്റെ നേതാവ്, മുൻപിൻ പാപങ്ങൾ പൊറുത്ത നേതാവ് അല്ലാഹു തആല പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടിയാണ് ഈ ഭൂമി മുഴുവനും പടച്ചതെന്ന് പറഞ്ഞ ലോകത്തിന്റെ നേതാവ് 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലാതെ കിടന്നിട്ടില്ല. നമ്മൾ എത്ര ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ട്? ഒരു ദിവസം അല്ലാഹു നമുക്ക് എത്രയോ എത്ര അനുഗ്രഹമാണ് തരുന്നത്. നമ്മൾ ശ്വസിക്കുന്ന, നമ്മൾ ഭക്ഷിക്കുന്ന, നമ്മൾ നടക്കുന്ന, നമ്മൾ ചലിപ്പിക്കുന്ന നമ്മുടെ ശരീരമുണ്ടല്ലോ, ഇത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവർത്തനം നമുക്ക് നിയന്ത്രിക്കാനാവുമോ? നമ്മുടെ കരളിന്റെയോ ഹൃദയത്തിന്റെയോ ആന്തരികമായ നമ്മൾ കാണാത്ത നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു അവയവത്തിന്റെ ഏതെങ്കിലും ഒരു പ്രവൃത്തി നമുക്ക് സ്വന്തമൊന്ന് നിയന്ത്രിക്കാനാവുമോ? ഇത് അല്ലാഹു തരുന്ന അനുഗ്രഹമാണ്. അതിന്റെ വിലയറിയണമെങ്കിൽ കരൾ രോഗം വന്ന്, പാൻക്രിയാസിസ് വന്ന്, അല്ലാഹുവിന്റെ ഹൃദയം നശിച്ചു പോയ, അല്ലെങ്കിൽ അവന്റെ ആ കരൾ ഉരുകിപ്പോയ, കരൾ തീർന്നു പോയ മനുഷ്യൻ, അവനെ കുറിച്ചുള്ള അവന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ചോദിക്കുമ്പോൾ കള്ളു കുടിച്ച് 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 അവന്റെ കരളത തീർന്നുപോയി. ലിവർ സിറോസിസ് എന്ന് പറയുന്ന അക്ഷരമാണ് രോഗം. അവന്റെ ഹൃദയത്തിന് അവന്റെ കരളിനെ കാർന്നു തിന്നുന്നു. അങ്ങനെ കരളില്ലാതായവന്റെ അവസ്ഥ അറിയണമെങ്കിൽ അത് അവനോട് തന്നെ ചോദിക്കണം. ലിവറും അതുപോലെ തന്നെ ശ്വാസനാളത്തിലും ആന്തരിക അവയവങ്ങളിലും ഇതെല്ലാം നിയന്ത്രിക്കുന്നവൻ അല്ലാഹു പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു ഹദീസ് വളരെ പ്രധാനമാണ്. ഇന്ന ലികുല്ലി ജസദിൻ സിത്തൂന സലാസുമിയ മഫ്സല. ഇന്ന ലികുല്ലി ജസദിൻ, ഓരോ മനുഷ്യ ശരീരത്തിലുമുണ്ട് 360 സന്ധികളുണ്ട് മനുഷ്യ ശരീരത്തിൽ. അതുകൊണ്ട് സഹാബത്തെ, ഒരു ദിവസം 360 സ്വലാത്ത് ചൊല്ലാതെ, 360 സ്വതക്ക ചെയ്യാതെ സഹാബത്തെ നിങ്ങൾ കിടന്നുറങ്ങല്ലേ. സഹാബികൾ പറഞ്ഞു, യാ റസൂലേ, ഒരു ദിവസം വയറ് നിറച്ച് ഭക്ഷിക്കാനില്ലാത്ത ഞങ്ങൾ എങ്ങനെയാണ് 360 സ്വതക്ക ചെയ്യുക? നബി തങ്ങൾ പറഞ്ഞു, വകുല്ലു തഹ്ലീലത്തിൻ സ്വതക, വകുല്ലു തക്ബീറത്തിൻ സ്വതക, വകുല്ലു തഹ്ലീലത്തിൻ തഹ്മീദത്തിൻ സ്വതക. നീ ചൊല്ലുന്ന ദിക്ർ സ്വതക്കയാണ്, നീ ചൊല്ലുന്ന സുബ്ഹാനല്ലാഹ് സ്വതക്കയാണ്, നീ പറയുന്ന അല്ലാഹു അക്ബർ സ്വതക്കയാണ്, നീ പറയുന്ന സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്തെല്ലാം ദിക്റുകൾ നീ ചൊല്ലുന്നുണ്ടോ അതെല്ലാം സദഖയാണ്. നിന്റെ 360 സന്ധികൾക്കും പകരമായി ദാനം ചെയ്യാനില്ലെങ്കിൽ, സദഖ ചെയ്യാനില്ലെങ്കിൽ ദിക്ർ ചൊല്ലൂ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് നമ്മുടെ മുസീബത്തുകളെല്ലാം നീങ്ങാനും, പ്രയാസങ്ങൾ നീങ്ങാനും, മുറാദുകൾ ഹാസിലാവാനും, ആഗ്രഹങ്ങൾ സഫലീകരിക്കാനും നമ്മുടെ ജീവിതത്തിൽ സ്വലാത്ത് നമ്മുടെ മുഖമുദ്രയായിരിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് വേണ്ടിയും മക്കളുടെ കടം വീടാനും വേണ്ടിയും ഇരുലോകത്തും രക്ഷ നേടുവാനും വേണ്ടി ദുആ ചെയ്യാൻ 100 രൂപ. പഠിക്കുന്ന കുട്ടിക്ക് പേടി തട്ടിയിരിക്കുകയാണ്, വളരെ വിഷമത്തിലാണ്, പ്രത്യേകം ദുആ ചെയ്യുക. 200 രൂപ.
മാതാപിതാക്കളുടെ രോഗം മാറാനും ഈമാൻ കിട്ടി മരിക്കാനും ഭാര്യയുടെ രോഗം ശിവയാകുന്നതിന് വേണ്ടി 100 രൂപ. ഇസ്മ 9000 തവണ ചൊല്ലിയിട്ടുണ്ട്. മരണപ്പെട്ട പിതാവിനും ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കും വേണ്ടി ദറസിൽ പഠിക്കുന്ന പൊന്നുമോന് വേണ്ടി മുറാദുകൾ ഹാസിലാവുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ, പുതിയ ബിസിനസ് വിജയിക്കുന്നതിന് വേണ്ടിയും വിദേശത്ത് ജോലിക്ക് പോയിരിക്കുന്ന മകന് ഖൈറായ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും 313 രൂപ. പാപ്പാക്ക് വേണ്ടിയും എല്ലാ ബുദ്ധിമുട്ടുകൾ മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ 100 രൂപ. മുറാദുകൾ ഹാസിലാക്കുന്നതിന് വേണ്ടി 100 രൂപ ദുആ ചെയ്യാൻ 100 രൂപ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 100 രൂപ. വിദേശത്ത് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന മകന് വേണ്ടി ദുആ ചെയ്യാൻ 100 രൂപ. ഇന്ന് ഭക്ഷണം നൽകിയ സഹോദരൻ പാവപ്പെട്ട ഒരു സഹോദരനാണ്. കുറച്ച് നാളുകളായുള്ള വിദേശത്തേക്ക് പോയിട്ടുള്ളത്. പ്രത്യേകമായി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ അറിയുന്ന റബ്ബേ, എല്ലാം നീ സഫലീകരിക്കണേ അല്ലാഹ്. കാരുണ്യവാനായ കരുണാനിധിയായ കരുണാവാരിധിയായ റഹ്മാനേ, ദിക്റുകൾ ചൊല്ലിയ സദസ്സാണ്, സ്വലാത്തുകൾ ചൊല്ലിയ സദസ്സാണ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മലച്ചവനെ പള്ളിയിൽ വന്നിരുന്ന സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ നമ്മുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പ്രതികൂല സാഹചര്യമായിട്ട് പോലും മഴ പോലും വകവയ്ക്കാതെ ഈ സദസ്സിലേക്ക് വന്ന പ്രായം ചെന്നവരുണ്ട്, സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സഹോദരിമാരുണ്ട്, സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി മക്കളുടെ കടമയിടാനും ഇരുലോകത്ത് രക്ഷ നേടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവരെ അനുഗ്രഹിക്കണേ റബ്ബേ. അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാഹ്. അവരുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. മക്കളുടെ കടങ്ങൾ പൂർത്തീകരിക്കണേ റബ്ബേ. ഇരുലോക വിജയികളിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. പഠിക്കുന്ന പൊന്നുമോന് പേടി തട്ടിയിരിക്കുകയാണ്. അല്ലാഹുവേ, ആ പൊന്നുമോന്റെ വിഷമം എന്താണെങ്കിലും നീ അറിയുന്നവനാണ് റബ്ബേ. സലാമത്തിലാക്കണേ അല്ലാഹ്. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നീ ശിഫയാക്കണേ അല്ലാഹ്. കാരുണ്യവാനായ റഹ്മാനേ, പഠിക്കുന്ന കുട്ടിയാണ്. ഞങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകളിലുള്ള മക്കൾ പഠിക്കുന്നവരാണ്, നീ സംരക്ഷിക്കണേ അല്ലാഹ്. ഗർഭസ്ഥാവസ്ഥയിൽ അവരെ സഹായിച്ച സംരക്ഷിച്ച അല്ലാഹ്, ഇനിയും നീ അവരെ സഹായിക്കണേ റബ്ബേ. ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കാനുള്ള ബുദ്ധി കൊടുക്കണേ അല്ലാഹ്. ഓർമ്മശക്തി കൊടുക്കണേ റഹ്മാനേ. മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. ദീനിന് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. കൺകുളിർമയേകുന്ന സന്താനങ്ങളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മക്കളുടെ പേരിൽ വിഷമിക്കേണ്ട ഒരു പ്രയാസം നീ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. മാതാപിതാക്കളുടെ രോഗം മാറാൻ, ഈമാൻ കിട്ടി മരിക്കാനും ഭാര്യയുടെ രോഗം ശിഫയാവാനും വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവേ, മാതാപിതാക്കളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇന്ന് പലരും പലവിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് റബ്ബേ. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. എന്തെന്ത് രോഗമാണെന്നറിയുന്നവനെ എല്ലാ രോഗങ്ങളെയും ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളറിയാത്ത എന്തെങ്കിലും മാരകമായ രോഗങ്ങളുടെ വൈറസുകളോ ഫംഗസുകളോ ബാക്ടീരിയകളോ ഞങ്ങളുടെ ശരീരങ്ങളിലുണ്ടെങ്കിൽ ഈ നിമിഷം സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് സലാമത്താക്കണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകൾ നീക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഓരോരുത്തരെയും ഈമാൻ കിട്ടി മരിക്കുന്നവരിൽ പെടുത്തണേ റബ്ബേ. ഭാര്യയുടെ രോഗം എന്താണെങ്കിലും ശിഫയാക്കണേ അല്ലാഹ്. 9000 തവണ ഇസ്മ ചൊല്ലിയിട്ടുണ്ട്. മരണപ്പെട്ട പിതാവിന് വേണ്ടിയാണ്, സ്വീകരിക്കണേ റബ്ബേ. ഔപ്പയുടെ ഖബർ നീ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് പൊറുക്കണേ റബ്ബേ. അവരുടെ പോരായ്മകളെ പരിഹരിക്കണേ അല്ലാഹ്. അവരുടെ ന്യൂനതകൾ മറച്ചു വെക്കണേ അല്ലാഹ്. ദർസിൽ പഠിക്കുന്ന പൊന്നുമോന് ദുആ ചെയ്യാൻ പറഞ്ഞു പൊറുക്കണേ റഹ്മാനേ. പൊന്നുമോനെ മോഹ്റവിയായ പണ്ഡിതന്മാരിൽ പെടുത്തണേ അല്ലാഹ്. ദീനിന് ഉപകരിക്കുന്ന പണ്ഡിതനാക്കണേ അല്ലാഹ്. മാതാപിതാക്കളെ അനുസരിക്കുന്ന പണ്ഡിതനാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നാടിന്റെ നായകനാക്കണേ റബ്ബേ. ഇൽമിൽ
ബറക്കത്ത് ചൊരിയണ റബ്ബേ ഞങ്ങളുടെ ഇൽമിൽ നീ ബറക്കത്ത് ചൊരിയണ അല്ലാഹ് ഞങ്ങളുടെ ദീനിന്റെ സദസ്സിൽ നീ ബറക്കത്ത് ചൊരിയണ അല്ലാഹ് അല്ലാഹു ഞങ്ങൾ പറയുന്നതും ഞങ്ങൾ കേൾക്കുന്നതും ചെയ്യുന്നതും മുഴുവനും നിന്റെ തൃപ്തിയിലാക്കണേ അല്ലാഹ് ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ് പുതിയതായി തുടങ്ങുന്ന ബിസിനസ് വിജയിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു നീ വിജയിപ്പിക്കണേ റബ്ബേ ഞങ്ങൾ തുടങ്ങുന്ന പുതിയതായി തുടങ്ങുന്ന ബിസിനസ് നീ വിജയിപ്പിക്കണേ അല്ലാഹുവേ നീ വിജയിപ്പിക്കണേ റബ്ബേ അല്ലാഹുവേ നീ റാഹത്തിലാക്കണേ റബ്ബേ വിജയിപ്പിക്കുന്നവൻ നീയാണല്ലോ റഹ്മാനേ ഞങ്ങൾ ചെയ്യുന്നവരാണ് വിജയിപ്പിക്കുന്നവനും തൗഫീഖ് ചെയ്യുന്നവനും നീയാണല്ലോ അല്ലാഹുവേ പുതിയ ബിസിനസ് എന്താണെന്ന് അറിയുന്നവനെ എന്താണെങ്കിലും നീ ഖൈറിലാക്കണേ റബ്ബേ റാഹത്തിലാക്കണേ അല്ലാഹ് സന്തോഷത്തിലാക്കണേ അല്ലാഹ് അല്ലാഹുവേ ആ ബിസിനസ് വിജയിപ്പിക്കണേ റബ്ബേ അല്ലാഹുവേ ഞങ്ങൾ തുടങ്ങാനിരിക്കുന്ന സംരംഭങ്ങൾ എന്താണെന്ന് നിനക്കറിയാമല്ലോ റബ്ബേ നീ കബൂലാക്കണേ അല്ലാഹ് അല്ലാഹുവേ നഷ്ടത്തിലും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും നൽകല്ലേ റഹ്മാനേ അല്ലാഹുവേ ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും പ്രയാസ റബ്ബേ ജീവഹാനി മാനഹാനി സാമ്പത്തിക നഷ്ടം അഭിമാനക്ഷതം എല്ലാം നീ തട്ടി നീക്കണേ അല്ലാഹ് വിദേശത്തേക്ക് ജോലിക്ക് പോയിരിക്കുന്ന മകന് ഖൈറായ ജോലി ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു അല്ലാഹുവേ നീ എളുപ്പമാക്കണേ അല്ലാഹ് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാഹ് മക്കളെ അനുഗ്രഹിക്കണേ റബ്ബേ ഞങ്ങളുടെ ദുനിയാവിലെ സന്തോഷങ്ങളാണ് ഞങ്ങളുടെ മക്കൾ കൺകുളിർമയേകുന്ന മക്കളാക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങളുടെ വാഹനങ്ങളിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ് ഞങ്ങളുടെ കച്ചവടങ്ങളിൽ കച്ചവട സ്ഥാപനങ്ങളിൽ ബറക്കത്ത് ചൊരിയണേ റഹ്മാനേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകിയ എന്തെല്ലാം ജീവിത വിഭവങ്ങളുണ്ടോ അതിലെല്ലാം നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ് അല്ലാഹുവേ വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു എല്ലാ ബുദ്ധിമുട്ടുകൾ മാറുന്നതിന് വേണ്ടിയാണ് അല്ലാഹുവേ എല്ലാം സലാമത്തിലാക്കണേ എല്ലാം റാഹത്തിലാക്കണേ അല്ലാഹ് എല്ലാം സന്തോഷത്തിലാക്കണേ അല്ലാഹ് അല്ലാഹുവേ നമ്മുടെ മക്കറ്റ് പിരിവിൽ പൈസ ഇട്ടവരെ അല്ലാഹുവേ എല്ലാവരെയും സ്വീകരിക്കണേ അല്ലാഹ് അല്ലാഹുവേ പടച്ചവനെ ജാരിയായ സദഖയായി സ്വീകരിക്കണേ അല്ലാഹ് അല്ലാഹുവേ എന്ത് മുറാദ് മനസ്സിൽ കണ്ടുകൊണ്ടാണോ ആ സദഖ ചെയ്തത് കബൂലാക്കണേ റബ്ബേ നിന്റെ ദീനീ സ്ഥാപനത്തിന് വേണ്ടിയാണ് നിന്റെ ദീനിന് വേണ്ടിയാണ് മുറാദുകൾ ഹാസിലാക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു എല്ലാം സഫലീകരിക്കണേ അല്ലാഹ് എല്ലാ മുറാദുകളും ഹാസിലാക്കണേ അല്ലാഹ് ഈ ഇരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെയും സഹോദരിമാരുടെയും മുഅ്മിനീങ്ങളായ മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും മുഴുവൻ മുറാദുകളും ഹാസിലാക്കണേ എന്തെന്ത് ഉദ്ദേശങ്ങളാണോ മനസ്സിലുള്ളത് എന്തെന്ത് മുറാദുകളാണോ മനസ്സിലുള്ളത് അതെല്ലാം സഫലീകരിക്കണേ അല്ലാഹ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയവരുണ്ട് അവരുടെ ഖബറിടങ്ങൾ സ്വർഗ്ഗമാക്കണേ അല്ലാഹ് ഞങ്ങളും ഒരു നാളിൽ മരിക്കുമല്ലാഹ് എന്നാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ് മോശമായ മരണങ്ങളിൽ പെടുത്തല്ല റഹ്മാനേ ജനങ്ങൾ മോശമെന്ന് പറയുന്ന മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് മരിച്ചു കഴിയുമ്പോൾ ജനങ്ങൾ നന്നായുള്ളൂ എന്ന് പറയുന്ന മരണങ്ങളെ തൊട്ട് നീ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും ഞങ്ങളുടെ നാട്ടിലെ മുഴുവൻ മക്കളെയും ഈ മഹലിലെ മുഴുവൻ മക്കളെയും കാക്കണേ അല്ലാഹ് മരണപ്പെട്ട മാതാപിതാക്കൾക്ക് പൊറുക്കണേ അല്ലാഹ് വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്ന മകന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു അല്ലാഹുവേ നീ പൊറുക്കണേ അല്ലാഹ് മുറാദുകൾ ഹാസിലാക്കണേ റബ്ബേ എന്തെന്ത് മുറാദാണെങ്കിലും ഹാസിലാക്കണേ അല്ലാഹ് അല്ലാഹുവേ വിദേശത്തേക്ക് പോകുമ്പോൾ ഖൈറായ റാഹത്തായ ഹലാലായ നിലക്ക് സമ്പാദിക്കാൻ ഉതകുന്ന ജോലി കൊടുക്കണേ അല്ലാഹ് ഭക്ഷണം നൽകുന്ന സഹോദരൻ അദ്ദേഹം ഒരു പാവപ്പെട്ട സഹോദരനാണ് കുറച്ചു നാളുകളായുള്ള വിദേശത്തേക്ക് പോയിട്ട് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു റബ്ബേ എല്ലാ ജോലികളും എളുപ്പമാക്കണം അല്ലാഹ് കച്ചവടത്തിൽ ബറക്കത്ത് ചൊരിയണം റബ്ബേ അല്ലാഹുവേ അവരുടെ മുറാദുകളും ആഗ്രഹങ്ങളും സഫലീകരിക്കണം അല്ലാഹ് കാരുണ്യവാനായ കരുണാനിധിയായ കരുണാവാരിധിയായ റഹ്മാനേ ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകൾ
നടക്കുന്നു, നടക്കാനിരിക്കുന്നു. അവരേതെല്ലാം സ്റ്റാൻഡേർഡുകളിൽ പഠിക്കുന്നവനാണെന്ന് നിനക്കറിയാമല്ലോ റബ്ബേ. എല്ലാ വിധത്തിലുള്ള ഫിത്ന, ഫസാദ്, മുസീബത്തുകളെ തൊട്ട് ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ലാഹ്. ലഹരിയുടെ കുതന്ത്രങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. കൂട്ടുകാരുടെ അക്രമങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. നനച്ചിരിക്കാത്ത മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അതിന് ഈ സ്വലാത്ത് ഒരു കാരണമാക്കണേ അല്ലാഹ്. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഈ മഹൽ നിവാസികൾ മുഴുവനും എല്ലാ വിധത്തിലുള്ള മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവരെ ആ ദിക്റിന്റെയും സ്വലാത്തിന്റെയും ബറക്കത്ത് കൊണ്ട് നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾ പുതുതായി തുടങ്ങുന്ന ആ സംരംഭം നീ വിജയിപ്പിക്കണേ റഹ്മാനേ. എല്ലാവിധ ഖൈറിന്റെ കവാടങ്ങളും തുറന്നു നൽകണേ റബ്ബേ. പരാജയത്തിലാക്കല്ലേ അല്ലാഹ്, ഇസ്സത്തിലാക്കണേ റബ്ബേ, മില്ലത്തിലാക്കല്ലേ റഹ്മാനേ. ഞങ്ങളുടെ ദുആഇനെ സ്വീകരിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. بحق صلى الله على محمد صلى الله